Hello friends, welcome to my channel. ഞാൻ ഇന്ന് ഒരു ഇടിഞ്ചക്കയുടെ പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണെന്ന് കാണിക്കാം. हम बनाने जा रहे छोटा कटल का പൊറോട്ട बनाने जा रहे दिखाएंगे कैसे है. എല്ലാം കളഞ്ഞ് കൂഞ്ഞി എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് എടുക്കാം. इसका छिलका बाहर का छिलका और अंदर का वो हार्ड पार्ट पूरा निकाल के अच्छा से साफ करके आएंगे. चक्ക മുഴുവനും वृत्तियाकी വെച്ചിട്ടുണ്ട്. ऐसे साफ करना है. पहला वीडियो में ये साफ करता है कैसे है दिखाया था. ഞാൻ പഴയ വീഡിയോയ്ക്കകത്ത് ഇത് എങ്ങനെ വൃത്തിയാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിതിപ്പോൾ ഒരു കുക്കറിനകത്ത് ഇട്ടിടാം. ഈ കുക്കറിനെ അഭി डाल हाफ कप पानी डाल दे. അര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമക് डाल दे. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഹൽദി പൗഡർ. ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ആലു ചോട്ടാ കട്ട് रखा है वो भी डाल दे. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കൊടുക്കാം. अच्छा से मिक्स करके 3 विसिल करना है. 3 विसिल വരെ നമുക്ക് വെച്ച് കൊടുക്കണം. നന്നായിട്ട് വേഗം വേണം. 3 വിസിൽ ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 3 विसिल होने तक वेट करना है. 3 കപ്പ് ആട്ട എടുത്തിട്ടുണ്ട്. 3 കപ്പ് ആട്ട लिया है. एक बर्तन में डाल दे. ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമക് डाल दे. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ तेल डाल दे. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. अच्छे मिक्स कर दीजिएगा. കുറച്ച് വെള്ളം ഒഴിച്ച് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. थोड़ा थोड़ा पानी डाल के सॉफ्ट वाला डो बनाना है. कुकर में गैस എല്ലാം പോയി. कुकर का गैस पूरा खत्म हो गया. कटर अच्छे से पक गया है. ചക്ക നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. നമുക്ക് തണുക്കാൻ വെക്കാം. ठंडा होने के लिए रखेंगे. पैन में आता 2 टेबल स्पून എണ്ണ ഒഴിച്ചിട്ടുണ്ട്. एक पैन में 2 टेबल स्पून तेल डाल दिया. गरम हो गया. നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില डाल दिया. 1 टेबल स्पून ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്. അത്രയും 1 ടേബിൾ സ്പൂൺ മിർച്ച 6 പീസ്. പച്ചമുളക് ഒരു 6 ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞത്. അതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാം. 1 കപ്പ് കൊച്ചുള്ളി ചെറുതായിട്ട് 1 കപ്പ് छोटा प्याज छोटा छोटा काट के रखा है वो भी डालेंगे. ഇതും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. अच्छे से फ्राई करना है. थोड़ा नमक डाल दें. നമുക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആട്ട നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ആട്ട അച്ഛത്തെ സോഫ്റ്റൊക്കെ ഗൂൺ के रखा है. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. प्याज थोड़ा से फ्राई हो गया. पहले हल्दी पाउडर डाल दें. മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, मिर्चा पाउडर, धनिया पाउडर 1/2 ടീസ്പൂൺ, 1 ടീസ്പൂൺ गरम मसाला पाउडर, 1 ടീസ്പൂൺ गरम मसाला पाउडर, कुरुमुलक പൊടി 1/2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ गोल मिर्ची का पाउडर. लो फ्लेम में डाल के थोड़ा फ्राई कर दीजिए. ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചക്ക തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ठंडा हो गया. थोड़ा क्रश करना है. ചക്ക തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നല്ലതായിട്ട് ക്രഷ് ചെയ്തുകൊണ്ട് വരാം. मसाला ഉണ്ടാക്കിയത് നല്ലതായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു. अच्छे से फ्राई हो गया. अभी फ्लेम ऑफ करना है. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് क्रश ചെയ്ത് ഇട്ട് കൊടുക്കാം. क्रश करके रखा कटल और इसमें डालेंगे. अच्छे से मिक्स करना है. നല്ലതായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക. ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ബോയിൽ करके रखा था आलू इसमें डाल के वो भी इसका साथ स्मैश कर दीजिए. ഇതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം. अच्छे से ठंडा होने के लिए वेट करना है. നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. നല്ലതായിട്ട് ചക്ക തണുത്ത് കഴിഞ്ഞു. कटल अच्छे से ठंडा हो गया. अभी हम 1 ടീസ്പൂൺ चाट मसाला डाल दें. चाट मसाला ഞാൻ ഇടുന്ന ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. 1/2 ടീസ്പൂൺ കാലാ നമക്, 1/2 ടീസ്പൂൺ കറുത്ത ഉപ്പും കൂടെയാണ് ഇട്ടത്. നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ഓപ്ഷണലാണ്. ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. ഈ ആട്ട ഇത്രയും വലിപ്പത്തിലെടുക്കണം. आटा एक गोला लिया है. थोड़ा सा घी लगा के बेलना है. ഈ നെയ്യ് തൂത്ത് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. अच्छे से बेलना है. നല്ല വലുതായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. നല്ലൊരു ഗോള എടുക്കുക. थोड़ा बड़ा वाला गोला लिया है. നമുക്ക് अच्छे से स्प्रेड कर दीजिए. നമുക്ക് എല്ലായിടത്തും നല്ലതായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ നടുക്കുന്ന सेंटर से 1 पीस ऐसे काटना है. 1 पीस ऊपर में डाल दीजिए. 1 पीस നമുക്ക് മേളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കാം. अच्छे से हाथ से थोड़ा प्रेस कर दीजिए. थोड़ा बेलना है. കുറച്ച് കട്ടിയുള്ള പൊറോട്ടയാണിത്. थोड़ा मोटा वाला പൊറോട്ട है. തവ ഗരം हो गया डालना है. തവ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. പകുതി വെന്ത് കഴിഞ്ഞു. ആധാ പകുതിയാ है. अभी थोड़ा घी लगाना है. നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കാം. പൾട്ടി കരേंगे. പൊറോട്ട റെഡി ആയി കഴിഞ്ഞു. പൊറോട്ട റെഡി हो गया, निकाल देंगे. നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇട്ടതും മറിച്ചിട്ട് കൊടുക്കാം. പൾട്ടി കറനാണ്. രണ്ടാമത് ഇട്ടതും ആയി കഴിഞ്ഞ് പക്കിയാഹെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് എടുക്കാം. അടുത്തത് ഇട്ട് കൊടുക്കാം. ദൂസരാവി ഡാലേंगे. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. इसे सब बनाएंगे. വേറെ വിധത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. दूसरा टाइप भी हम बनाने जा रहे हैं. थोड़ा വേണ്ടല്ലോ. നമുക്ക് കുറച്ച് പരത്തിയാൽ മതി. നടുക്ക് നമുക്കിത് വെച്ച് കൊടുത്തിട്ട് മുഴുവനും ക്ലോസ് ചെയ്യാം. पूरा क्लोज कर दीजिएगा. क्लोज करके ऐसे कर दीजिए. പരത്തി കൊടുക്കുക. നല്ല റൗണ്ടായിട്ട് ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇതോട്ട് ഇട്ട് കൊടുക്കും. നമ്മൾ റൗണ്ടിലുണ്ടായും ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നെയ്യ് ഇട്ടെടുക്കാം. थोड़ा घी लगा के निकाल देंगे. അടുത്തത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേറൊരു വിധത്തിലും കൂടെ ഉണ്ടാക്കാം. दूसरा एक तो साइज भी बनाना जा रहे हैं. पूरा स्प्रेड करके कर दीजिएगा. നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ലതായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. अच्छा से स्प्रेड करके रखा है. इसका ऊपर में दूसरा एक रोटी भी डाल दें. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വേറൊരു റൊട്ടിയും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കൊന്നത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. थोड़ा फोल्ड कर दीजिएगा. ऐसे बीच से काट दीजिएगा. നമുക്കൊന്ന് നടുക്കൂടെ കട്ട് ചെയ്തെടുക്കാം. 3 പീസ് करना है. നമുക്കിത് 3 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ऐसे आ गया. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. थोड़ा प्रेस कर दीजिएगा. കാട്ടയ്ക്കകത്ത് മുക്കി കൊടുക്കാം. डाल के बेल दीजिएगा. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മുടെ പൊറോട്ട ഇങ്ങനെ ഇരിക്കുന്നത്. വേറെ കൂടെ കാണിച്ചു കൊടുക്കാൻ നോക്കിയേ. ഐസേ തൊട പ്രസ് कर दीजिएगा. നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇത്തിരി ആട്ട ഇട്ട് കൊടുക്കാം. थोड़ा सा आटा भी डाल के थोड़ा सा बेल दीजिएगा. കുറച്ചൊന്ന് പരത്തി കൊടുത്താൽ മതി. നമുക്കിത് തവയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ 6 എണ്ണം പരത്തി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. 6 പീസ് बनाया है. होटल का लच्छा പൊറോട്ട भी हो गया. അതുകൊണ്ട് ഉണ്ടാക്കിയ ലच्छा പൊറോട്ടയും നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. अच्छा से हो गया. थोड़ा घी डालना है. നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം എല്ലാത്തിനും. सब में थोड़ा घी लगा दीजिए. पलटी करना है. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം. पलटी करके थोड़ा घी लगा दीजिएगा. എല്ലാം ആയി കഴിഞ്ഞ് നമുക്ക് എടുക്കാം. सब हो गया, निकाल देंगे. ഇടിഞ്ചക്കയുടെ പല തരത്തിലുള്ള സ്റ്റഫ്ഡ് പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പല ഷേപ്പിലും പല സൈസിലുമാണ് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. എല്ലാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോക്കി ട്രയാങ്കിൾ ഷേപ്പ് കാ ബനായ, എനിക്ക് റൗണ്ട് ഷേപ്പ് കാ ബി ബനായ. റൗണ്ട് ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. നമുക്ക് ഒരു അച്ചാർ മാത്രം മതി. എന്തിൻ്റെ കൂടെ ആണെങ്കിലും ഇത് ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഹെൽത്തിയുമാണ്. हेल्दी डिश भी है. सब लोग थोड़ा ट्राई करके देखिएगा. प्लीज लाइक शेयर एंड सब्सक्राइब. थैंक यू फॉर वॉचिंग.